വേറെ ഒരു സങ്കടപ്പെടുന്ന അനുഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാനഡയ്ക്ക് പോകാൻ വേണ്ടി മെഡിക്കൽ എടുക്കണം, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടാണ് പോയത് ട്രിവാൻഡ്രത്തോട്ട്. അപ്പം നമുക്ക് ആ ഓഫീസിൻ്റെ ഉള്ളിലോട്ട് എല്ലാവർക്കും വരാൻ പറ്റത്തില്ല. അപ്പോൾ ഓഫീസിനുള്ളിൽ കയറി കുറേ ഫയൽസും പേപ്പേഴ്സും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഞാൻ ഷൂ ആണ് ഇട്ടുകൊണ്ട് പോയേ. എല്ലാവരും ഹൈറ്റ് നോക്കുമ്പോൾ ഷൂ അടിച്ചിട്ട് പെട്ടെന്ന് എല്ലാവരും ഷൂ ഇട്ടിട്ട് പെട്ടെന്ന് കയറി പോകുന്നു. ഫയൽസൊക്കെ എടുത്തു കൊടുക്കുന്നു, ഒപ്പിടുന്നു, പേരെഴുതുന്നു. ഞാൻ നോക്കുമ്പോൾ ഞാൻ വരുമ്പോൾ മാത്രം അവിടെ ബ്ലോക്കാണ്. അതായത് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഷൂ കെട്ടണേ കുറേ സമയം വേണം, ഒപ്പിടണേ, പേരെഴുതണമെങ്കിൽ ഞാൻ അന്ന് എനിക്ക് 3-4 ഒപ്പിടണമായിരുന്നു. അപ്പോൾ ഞാൻ ആ 2-3-4 ഒപ്പും ഇടത് കൈ വെച്ചും വലത് കൈ വെച്ച് ഇട്ടേ. വലത് കൈ വെച്ചിട്ടു ശരിയാവുന്നില്ല, ഇടത് കൈ വെച്ചിട്ടു അതും ശരിയാവുന്നില്ല. ഇടത് കൈ വെച്ച് എഴുതാൻ തീരെ അറിയാത്ത ഒരാൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു. അന്നേരമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞാൻ മാതാവിനോട് കുറച്ചുകൂടെ നല്ലോണം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് ഉടമ്പടിയുടെ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് അത് കുടിക്കുമായിരുന്നു, തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് മാതാവിൻ്റെ കൈക്ക് ഇപ്പം പൂർണ്ണ സൗഖ്യം നൽകി. ഒന്നും ചെയ്യാൻ പറ്റാത്ത എനിക്ക് ഇപ്പോൾ ഫുഡ് കഴിക്കാം, മൈക്ക് ഇങ്ങനെ പിടിക്കാം, ഇതുപോലെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെ മൈക്ക് പിടിക്കാം, എഴുതാം, എല്ലാം പഴയ പോലെ എൻ്റെ മാതാവ് എനിക്ക് ആക്കി തന്നു.